ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെലികാസ്റ്റിൽ കാണുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ലൈവിൽ നടന്ന കുറേ കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അതൊരു വൺ ഫൈറ്റ് ഒന്നുമല്ല, ഒരു ചെറിയ ഫൈറ്റാണ്. അത് നമ്മുടെ കിച്ചണിലാണ്. ആ ഒരു കിച്ചൺ ഏരിയ, അതായത് വെസൽ ടീമിന്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു ഫൈറ്റാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ഈ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന ഈ ചായയുടെ കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ നമ്മുടെ ചായയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ താഴെ കുറച്ച് ഇങ്ങനെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ തേയിലപ്പൊടിയൊക്കെ കിടക്കത്തില്ലേ, അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മടക്കി വെക്കുക, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം, അതായത് കളഞ്ഞിട്ട് വേണം വെസൽ ടീമിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്, കഴുകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം KB ശാരിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഒപ്പീനിയന് എതിരായിട്ട് ഒരുപാട് പേര്, അത് സരികേനെ ഉദ്ദേശിച്ചാണ് ശാരിക ആ ഒരു കംപ്ലൈന്റ് പറഞ്ഞതെങ്കിലും കുറെ പേര്, അക്ബർ, അങ്ങനെ കുറെ വെസൽ ടീമിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള കുറെ പേര് ഈ ഒരു അഭിപ്രായത്തിന് എതിരായിട്ട് ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഇഷ്യൂ ചെറിയൊരു ഇഷ്യൂ ആണ്, അതിങ്ങനെ വലുതായി എല്ലാവരും കൂടെ ശാരികയ്ക്ക് എതിരായി കേട്ടോ. അങ്ങനെ ആരും കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഭൂരിപക്ഷവും ശാരിക KBക്ക് എതിരായിരുന്നു കേട്ടോ ഈ ഒരു കാര്യത്തില്. പക്ഷെ ആള് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സെൽഫായിട്ട്, അതായത് നമുക്ക് തോന്നും, ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും നമ്മൾ പേഴ്സണൽ ആയിട്ട് നമുക്കിപ്പോ നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ്, നമ്മളിപ്പോ കഴിച്ചിട്ട് പ്ലേറ്റിൽ കുറച്ച് വേസ്റ്റ് ഇരുന്നാൽ അത് കളഞ്ഞിട്ട് കൊണ്ടുവെക്കുമ്പോൾ അത് കുറച്ചുകൂടെ മര്യാദയാണ്. സോ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരേണ്ട കാര്യമാണ് എന്ന് ശാരിക പറയുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ അനീഷ് ഇതിനിടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഒരാളുടെ നമ്മുടെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമാണ്. സോ അത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പാത്രം കഴുകണം, നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ തന്നെ കഴുകണം, നിങ്ങൾ കുടിച്ച കപ്പ് നിങ്ങൾ തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷിന്റെ ഇടയ്ക്ക് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ ശാരികയ്ക്ക് ഇന്നലത്തെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു സോഫ്റ്റ് കോർണർ അനീഷിനോട് തോന്നിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ശാരികയ്ക്ക് ചെറുതായിട്ട് അനീഷിന്റെ ഭാഗത്തോട്ടൊരു ചരിവുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ശാരിക KBയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറെ കാര്യങ്ങളിലൊക്കെ ആളിപ്പം സപ്പോർട്ടീവാണ്, അതായത് അനീഷ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ആള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ശരി, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതിന് കണ്ടറിയാം ഇവർ തമ്മിൽ ഇനി ഒരു ബ്രേക്ക് ഉണ്ടാവുമോ, അടി ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ ഇന്നലത്തെ മെനിങ്ങാനത്തെയും എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും, അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ബോധമുള്ള കുറെ പേര് ആ ഒരു ഇതിനുള്ളിലുണ്ട്. ഷാനവാസ്, ശാരിക, അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് കാര്യം പിടികിട്ടി. പുറത്ത് ആൾക്ക് കുറച്ച് ചെറിയതായിട്ടൊരു പോസിറ്റീവ് അനീഷിന് വരുന്നുണ്ട് എന്നുള്ളൊരു ഹോപ്പ് കുറച്ച് പേർക്ക് അതിനുള്ളിൽ പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പേർക്ക് അത് ബുദ്ധി വന്നു. അപ്പൊ അവരെല്ലാം തന്നെ കൂടുതലായിട്ട് ആളെ മൈൻഡ് ചെയ്തില്ല. ആളെന്തൊക്കെ ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവരൊന്നും വീഴുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിനി കണ്ടറിയാം എന്തൊക്കെയാണ് ആ വീട്ടിനുള്ളിൽ സംഭവിക്കുക. അപ്പം അനീഷിന്റെ ഇപ്പൊ കുറെ പേർക്കൊക്കെ ഒരു ഭയം ഉണ്ട് കേട്ടോ, കുറെ പേർക്ക് നല്ല ഭയമുണ്ട്. അപ്പം ആ ഒരു ഭയം എന്താവോന്ന് അറിയത്തില്ല. അത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ഭയം വന്നത്. അപ്പൊ അതിന് മുന്നോട്ട് അയാൾക്ക് ബാധിക്കുമോ, അയാളുടെ വോട്ടിനെയൊക്കെ ബാധിക്കുമോ എന്ന് അറിയത്തില്ല. രാവിലെ തന്നെ അനീഷ് വലുതായിട്ടൊരു അടിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആളുടെ ക്യാപ്റ്റൻസി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ക്യാപ്റ്റന്റെ അധികാരം നമ്മുടെ ഷാനവാസിന്റെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാധനം, അതായത് നമ്മുടെ അനീഷിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യാ, കൈമാറുക, ഷാനവാസിന് കൈമാറി ക്യാപ്റ്റൻസി കൈമാറുക എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ അനീഷ് പോയിട്ട് എല്ലാ സാധനവും തപ്പിപ്പറക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോ ഒരു ചീപ്പ്, അതായത് നമ്മുടെ ഹെയർ കോംബ് എടുത്തിട്ട് വരുന്നുണ്ട്. അത് മാത്രമാണ് താൻ യൂസ് ചെയ്യാത്തത്, സോ ഇത് മാത്രമേ എനിക്ക് തരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന് ക്യാപ്റ്റൻസി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കുറച്ച് കണ്ടന്റ് അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി, അതായത് വെസൽ ഡ്യൂട്ടി, ഫ്ലോർ ഡ്യൂട്ടി, കിച്ചൺ ഡ്യൂട്ടി, അതിൽ ബാത്റൂം, അങ്ങനെ കുറച്ചിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും.
കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനീഷ് ഇപ്പോൾ കിച്ചണിലാണ് കേട്ടോ. കിച്ചൺ ഡ്യൂട്ടിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ ക്യാപ്റ്റൻ ആണ് അനീഷ്. സോ ഇനി എന്തൊക്കെ അവിടെ പൂരപ്പറമ്പാവും എന്ന് അറിയത്തില്ല. ഇന്നത്തെ ദിവസം എന്തായാലും അവിടെ നല്ല സൂപ്പർ കൂൾ ആയിരുന്നു. എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് മിംഗ്ലിങ്, ഡാൻസ്, പാട്ട്, കൂത്ത്, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കിച്ചൺ. സാധാരണ കിച്ചൺ നമ്മുടെ ലൈവിൽ കാണിക്കാറേ ഇല്ല. ചെറുതായിട്ട് അവിടെ എന്തെങ്കിലും സംഘടന നടന്നാൽ മാത്രമേ കിച്ചൺ കാണിക്കാറുള്ളൂ. പക്ഷെ ഇന്നത്തെ ദിവസം അനീഷ് അവിടെ നിന്നതുകൊണ്ട് തന്നെ ഫുൾ ക്യാമറ ഓൺ ടു കിച്ചൺ ആയിരുന്നു കേട്ടോ. കിച്ചൺ മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെ കിച്ചണിലെ കാര്യങ്ങൾ മാത്രമേ കുറെ നേരത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം അനീഷ് ആ ഒരു ടീമിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുറെ കണ്ടന്റ് ഉണ്ടാവുന്നുണ്ട് കിച്ചണിന്റെ അകത്ത്. അപ്പൊ അവിടെ ആര്യനുണ്ട്, അക്ബർ ഉണ്ട്, ബിൻസി ഉണ്ട്, അതുപോലെ ജിസേൽ ഉണ്ട്, അതുപോലെ അതിന്റെ കൂടെയാണ് അനീഷ് നിൽക്കുന്നത്. അപ്പൊ അനീഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിച്ചൺകാർക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം, പിന്നെ കിച്ചണിൽ നടക്കുന്നവരെ കുറ്റം പറയാൻ പാടില്ല, അവർ വെക്കുന്ന ആഹാരത്തെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറെ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ ഒരു എന്റർടൈനിങ് ഇല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഇല്ല. സോ നമുക്ക് അങ്ങനെ തീരെ ആളെ അങ്ങ് അവഹേളിക്കാനൊന്നും പറ്റത്തില്ല. ആൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ബിഗ് ബോസിൽ ഒരു കണ്ടന്റ് ഉണ്ടാവുന്നത്, ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. നമ്മളിപ്പോ സാധാരണ ഒരാളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഫൈറ്റ് ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. സംഭവം അനീഷ് മാത്രമാണ് അവിടെ കുറച്ചെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നത്. അത് കണ്ടന്റിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കണം. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് ബിഗ് ബോസ്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് അനീഷിന് നെഗറ്റീവായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബിലായാലും ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആള് മാത്രമേ അവിടെ റിയൽ ആയിട്ട് സിൻസിയർ ആയിട്ട് ഒന്നും മുഖം നോക്കാതെ മത്സരിക്കുന്ന ഒരൊറ്റ മത്സരാർത്ഥി അവിടെ ഉള്ളൂ, അത് അനീഷ് മാത്രമാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. എല്ലാവർക്കും അത് അഡ്ജസ്റ്റബിൾ ആവണം അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അനീഷിന്റെ കാര്യത്തില്. പിന്നെ ഞാനൊരു മെയിൻ കാര്യം പറയാനാണ് വന്നത്. ഇന്നത്തെ ദിവസം ഭയങ്കര ഫൈറ്റ് നടന്ന ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായത് റാങ്കിങ്ങിന്റെ ബേസ് പറഞ്ഞിട്ടാണ്. അതായത് റാങ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് കിട്ടിയൊരു ടാസ്ക്. മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു 18 കണ്ടസ്റ്റൻസും അവരുടെ പൊസിഷൻസ് എടുക്കുക. അതായത് 1 to 19 കണ്ടസ്റ്റൻസും അവരവരുടെ പൊസിഷൻ എടുക്കുക. അതില് ആദിലയും നൂറയും 19 ആയതിന്റെ റീസൺ എന്ന് പറയുന്നത് ആദില നൂറേനെ 2 ആയിട്ടാണ് കൺസിഡർ ചെയ്തത് കേട്ടോ. അവർ ഒന്നൊന്നായിട്ട്, അതായത് 2 പേരും വ്യക്തിഗതമായിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ അതുകൊണ്ടാണ് 19 ആയത്, 19 ആയത്. സോ അവർക്കും ഓരോ സ്ഥാനം വീതം എടുക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫൈറ്റ് ഇവിടെ നടന്നത് കേട്ടോ വീട്ടിനുള്ളില്. അപ്പൊ അതിൽ ഫസ്റ്റ് പൊസിഷൻ അനീഷിന് വേണം 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 എന്ന് ഇങ്ങനെ ആളിങ്ങനെ ഘോരം പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ആർക്കും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഫസ്റ്റ് നടന്ന ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനീഷിനെതിരായിട്ട് ബാക്കി എല്ലാവരും ഒരേപോലെ പറ്റത്തില്ല, ഫസ്റ്റ് പൊസിഷൻ ഇയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ എല്ലാവരും. അല്ലാതെ അവർക്ക് ഫസ്റ്റ് പൊസിഷന്റെ ആവശ്യത്തെ പറ്റിയിട്ടല്ല അവർ പറഞ്ഞത്. ഇയാൾക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലാതെ സ്വന്തമായിട്ട് ഫസ്റ്റ് പൊസിഷൻ വേണമെന്ന് ഒരാൾ പോലും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല, അയാൾക്ക് ഫസ്റ്റ് പൊസിഷൻ എടുത്തോട്ടെ, നമുക്ക് ലക്ഷറി, നമുക്കല്ലെങ്കിൽ പണിപ്പുരയിൽ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ്, ഫുഡ് ഇതൊക്കെ എടുക്കണമല്ലോ. അയാൾക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് എന്താ അയാൾ നേടാൻ പോകുന്നത്? സോ നമുക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാസ്ക് ഫൗൾ ആക്കാതെ, അല്ലെങ്കിൽ ആ ടാസ്കിനെ റദ്ദാക്കാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുക്കണം. സോ അതുകൊണ്ട് ഇയാൾ പോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ ആർക്കും അത് അപ്രൂവൽ ആവുന്നില്ല. അതിൽ ഷാരിക KB മാത്രം പറയുന്നുണ്ട്, ഷാനവാസ് പറഞ്ഞ കാര്യം കറക്റ്റാണ്, നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുവാണ്, നമുക്ക് ഇപ്പം ഇയാൾ പോയെന്നും പറഞ്ഞിട്ട് നമുക്ക് 10 സെക്കൻഡ് വീതം അവർക്ക് ബാക്കിയുള്ളവർക്കും കിട്ടും കേട്ടോ. അപ്പൊ ആ 10 സെക്കൻഡിൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് വന്നൂടെ, വെറുതെ എന്തിനാണ് ഒരു ടാസ്ക് റദ്ദാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അക്ബർ, അതുപോലെ അപ്പാനി ശരത്ത്, ഇവർക്കൊന്നും ഇയാൾ പോകുന്നതിനോട് താല്പര്യമില്ല, അതായത് അനീഷ് പോകുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെ അവസാനം ഇവരെല്ലാരും കൂടെ തീരുമാനിച്ചു, നമ്മൾ പോകുന്നില്ല, ആരും പോകുന്നില്ല, നമുക്കുള്ളത് കൊണ്ട്, അതായത് കിട്ടുന്ന ഫുഡ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ ഉള്ള ഡ്രസ്സ് കൊണ്ട് നമ്മൾ ഇടും, അല്ലാതെ ഇനിയിപ്പോ നമുക്ക് വേറെ വേണ്ട എന്നിവർ തീരുമാനിച്ച് അങ്ങനെ ആ ഒരു ടാസ്കേ റദ്ദായി ഗൈസ്. ചിലപ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും, പലരും അതിനുള്ളിൽ തന്നെ ജിസയിലൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഇപ്പൊ ഫസ്റ്റ് പൊസിഷൻ ഇയാൾക്ക് കൊടുത്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ,
എന്താണ് അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പം എനിക്ക് പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇയാൾ ഇനി അടുത്ത ടാസ്കിലും ഇതേപോലെ ഫസ്റ്റ് പൊസിഷൻ കിടന്ന് പിടിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ അതും പിന്നെ റദ്ദാക്കേണ്ടി വരില്ല. അപ്പൊ എന്തായാലും അതിനുള്ള സൊല്യൂഷൻ ഈ വീട്ടിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തന്നെ സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് ആളെ കുറച്ചൊന്ന് ഇറിറ്റേഷൻ തോന്നിയത് ആ ഒരു ടാസ്കിലാണ് കേട്ടോ. ഇത്രയും ഇറിറ്റേഷൻ വേണ്ടിയിരുന്നില്ല, ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം ഫസ്റ്റ് പൊസിഷൻ വേറെ ആൾക്കാരെ ആരെയും നോക്കുന്നില്ല. പിന്നെ ആളുടെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആൾക്കില്ല കേട്ടോ. ആള് പറയുന്ന മാത്രമാണ് ശരി എന്നുള്ള ഒരു നടപടിയിലാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നല്ലൊരു ഫൈറ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ ഓൾറെഡി പ്രമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് ബിഗ് ബോസ് നിർത്താൻ പോവാണ്, അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അത് ഈ ഫൈറ്റിന്റെ ഭാഗമായിട്ടല്ല കേട്ടോ ആ ഒരു പ്രമോ വന്നത്. അത് വേറൊരു കാര്യമാണ്. അത് നമ്മുടെ ജിസേൽ ഇടയ്ക്ക് കൺസീലർ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു പ്രശ്നം വന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെയുള്ള, അതായത് ഈ ബാഡ്ജ് ഇല്ലാത്ത കുറെ പേർക്ക് ഈ ബാഡ്ജ് ഉള്ളവര് സാധനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് മേക്കപ്പ് പ്രോഡക്ട്സ് ആയാലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയാലും അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് വാണിംഗ് ആയിട്ട്. ഓൾറെഡി വാണിംഗ് ചെയ്ത കാര്യമാണ്, പിന്നെയും ഇവർ ചെയ്തത് കൊണ്ട് ബിഗ് ബോസ് നിർത്താൻ പോകുന്നു, അങ്ങനെയാണ് കേട്ടോ ആ ഒരു സംഭവം പറഞ്ഞത്. അല്ലാതെ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടല്ല, ഈ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടല്ല കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാരും പ്രതീക്ഷിച്ചത് ഈ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് നിർത്തലാക്കിയതെന്ന്. പക്ഷെ അതല്ല കേട്ടോ കാര്യം. ആ ഒരു ഫൈറ്റോട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് നടന്നത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഒരു നോമിനേഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കരപ്പെട്ട ഒരു നോമിനേഷനാണ്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ വരുവാണ്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വരുവാണ്. അതും ഇത്ര നേരത്തെ. സാധാരണ നമ്മൾ ബിഗ് ബോസിലൊക്കെ മിഡ് വീക്ക് എവിക്ഷൻ കണ്ടിട്ടുണ്ട്, മുമ്പ് ഉള്ള സീസൺസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നേരത്തെ ബിഗ് ബോസിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ടായിരുന്നു. അത് ഈ ആഴ്ചയാണ്. അപ്പൊ ഈ ഒരു ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഉള്ളിൽ രണ്ടുപേര് എവിക്റ്റ് ആവും. അതാണ് കേട്ടോ ഇപ്രാവശ്യത്തെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത്. കുറേ പേരുടെ പേരുണ്ടാവും, ഫോട്ടോ ഉണ്ടാവും. അപ്പൊ അതിന് താഴെ നമ്മൾ ആർക്കാണോ 6 പേരെ നമ്മൾ എന്ത് ചെയ്യണം, നോമിനേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 6 പേരെ നോമിനേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലോട്ട്. അപ്പൊ കൂടുതൽ മെജോറിറ്റി വോട്ട് മിഡ് വീക്ക് എവിക്ഷനിൽ കിട്ടിയ ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അപ്പം ഏറ്റവും കൂടുതൽ മിഡ് വീക്ക് എവിക്ഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 6 പേര് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അനീഷ്, ഒനീൽ, രേണു, റെന ഫാത്തിമ, ഷാരിക KB. സരിക ആരൊക്കെ ഒന്നുകൂടെ പറയാം. അനീഷ്, ഷാരിക KB ആണ്, ഒനീല്, സരിക, റേണ ഫാത്തിമ, രേണു. ഈ 6 പേരാണ് മെജോറിറ്റി വോട്ട് കിട്ടി മിഡ് വീക്ക് എവിക്ഷനിലോട്ട് എത്തിയത്. ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് അല്ല, അതായത് നമ്മുടെ പബ്ലിക് വോട്ടിന്റെ ബേസിസിലല്ല അവർ എവിക്റ്റ് ആവാൻ പോകുന്നത്. ഗെയിമില് അവർ നന്നായിട്ട് കളിച്ചാൽ എവിക്റ്റ് ആവത്തില്ല. ഗെയിമിൽ ഔട്ട് ആവുകയാണെങ്കിൽ നേരിട്ട് 2 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ട് ആവാൻ പോകുന്നത്. അപ്പൊ അത് ഈ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഉള്ളിൽ തന്നെ ആ ഒരു എവിക്ഷൻ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നടന്നത് നമ്മുടെ സാധാരണ നോമിനേഷൻ ആണ്. സാധാരണ മീൻസ് വീക്കെൻഡ് നോമിനേഷൻ ആണ്. അതിൽ എല്ലാവരും, അതായത് ഈ 6 പേരൊഴികെ ബാക്കി എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു നോമിനേഷൻ നടന്നത്. അതിൽ ഷാനവാസ് ആൻഡ് അക്ബർ ഓൾറെഡി അവര് നോമിനേഷനിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കില് അവർക്കൊരു ടാസ്കിൽ അവർക്കൊരു കോയിൻ കിട്ടിയ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഗോൾഡ് കോയിൻ കിട്ടിയിട്ട്. അതിൽ തന്നെ അവർ ഡയറക്റ്റ് നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരില്ലാതെ, അതായത് ആ 2 പേരെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും നോമിനേഷനിലിടാം. അങ്ങനെ ബാക്കി എല്ലാവരും, അഭിലാഷ് ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടലി എന്ന് പറഞ്ഞ 6 പേർക്ക് വോട്ടിങ്ങിന്റെ ബേസിസ് അല്ല, അവർക്ക് ഗെയിമാണ്. ഈ ബാക്കിയുള്ള എല്ലാവർക്കും സാധാരണ പബ്ലിക് വോട്ടിന്റെ ബേസിസിലാണ്. സോ അങ്ങനെ ഈ നോമിനേഷനും കഴിഞ്ഞിട്ടോ. അങ്ങനെ അഭിലാഷ് മാത്രമാണ് എസ്കേപ്പ് ആയത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ വീട്ടിനുള്ളിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേരുടെ ഫേസുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒനിയിലൊക്കെ നല്ല പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ആള് നോമിനേഷനിൽ വന്നിട്ട് അപ്പാനി ശരത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബിന്നീനെ പറ്റിയിട്ടും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആള് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോ ഫീൽ ചെയ്ത ആളിനി ഔട്ട് ആവണ്ടെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ആള് നല്ല പറയുന്നത് കറക്റ്റ് ആണ്. പിന്നെ ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ആൾക്ക് ഫുള്ളി ആൾക്ക് വയ്യ, തലവേദന, എന്നും തലവേദന. ഇത്രയും ഹെൽത്ത് പ്രശ്നമുള്ള ഒരാളിനെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവിടെ മൊത്തം മെന്റൽ ഗെയിമാണ്. അതിന്റെ ഇടയിൽ പോയി നിന്ന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ എന്താ ഗെയിമിനുള്ളൊരു വില അങ്ങ് പോകും. അതിനേക്കാട്ടിലും നല്ലത് വയ്യാത്ത ആൾക്കാർ എന്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ആദില, നൂറ, അതുപോലെ ഷൈത്ത, ഇവരൊന്നും ഒരു ഗെയിമും കളിക്കില്ല. ഇവരെയൊക്കെ പിടിച്ചിട്ട് നോമിനേഷനിൽ പോലും ഇടാൻ എല്ലാവർക്കും മടിയാണ് കേട്ടോ. ചുമ്മാ അവിടെ അനുമോളൊക്കെ പിന്നെയും ഗെയിമിൽ വരുന്നുണ്ട്. ഗെയിം മീൻസ് അങ്ങനെയല്ല, അവിടെ ഒന്ന് ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈ ശൈത്യ അതുപോലെ ആദില, നൂറൊന്നും ഒരു കാര്യത്തിലും വരില്ല. സേഫ് ഗെയിമാണ്, പക്കാ സേഫ് ഗെയിമാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സരിക എന്ന് പറഞ്ഞ കലാഭവൻ സരിക, ഇവരൊന്നും ഒരു ഗെയിമിലും ഇല്ല, അല്ലാതെ അതിന്റെ ഉള്ളിലും ഇല്ല. അവര് വരുന്ന ഗ്രൂപ്പായിട്ട് കുറച്ച് പേരുണ്ട്, അവരുടെ അടുത്ത് മാത്രം സംസാരിക്കും, പോകും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ നോമിനേഷനിൽ എല്ലാവരും വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലോ, അഭിലാഷ് ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസ്ഥയാണ്. ബിന്നി ആയാലും എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ബിന്നി ഒന്ന് നോമിനേഷനിൽ വരുമെന്ന്, പക്ഷെ ബിന്നി എല്ലാവരും നോമിനേഷനിലുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ആഴ്ച സൂപ്പർ എക്സൈറ്റഡ് വീക്കാണ് കേട്ടോ. കാരണം ശനിയും ഞായറും ആയാലും അതുപോലെ മിഡ് വീക്ക് എവിക്ഷൻ ഇതെല്ലാം വരുന്നോണ്ട് തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ആഴ്ചയാണ് ഈ ഒരു ആഴ്ച ബിഗ് ബോസിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കില്ല.